morning dear students. Welcome to today's online class. നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക് പ്രോസസ് അക്കൗണ്ട് വിത്ത് പ്രോസസ് ലോസസ് ആണ്. പ്രോസസ് ലോസസ് ഉള്ള പ്രോസസ് അക്കൗണ്ടുകൾ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോസസ് ലോസസ് നമുക്ക് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ലോസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. ഒന്ന് നോർമൽ ലോസും മറ്റൊന്ന് അബ്നോർമൽ ലോസും. നോർമൽ ലോസിനേക്കാൾ എക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോർമൽ ലോസിനേക്കാൾ ഓവർ ആൻഡ് എബവ് ആയിട്ടുള്ള ലോസിനെ അബ്നോർമൽ ലോസ് എന്ന് പറയും. അപ്പോൾ നോർമൽ ലോസ് പ്രീഫിക്സ് ചെയ്യുന്നതാണ്. പ്രീഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച്, നമ്മുടെ ഇൻഡസ്ട്രിയിലെ പരിചയം വെച്ച്, ഈ പ്രോസസ്സിലെ പരിചയം വെച്ച്, എക്സ്പീരിയൻസ് വെച്ച് നോർമൽ ലോസ് ഇൻപുട്ടഡ് യൂണിറ്റ്സിൻ്റെ ഓർ ഇൻട്രൊഡ്യൂസ്ഡ് യൂണിറ്റ്സിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു. അതാണ് നമുക്ക് എന്ത് വരുന്നത്, നോർമൽ ലോസ് സാധാരണഗതിയിൽ സംഭവിക്കുന്നു. അത് അൺഅവോയ്ഡബിളാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. കാരണം ഈ പ്രോഡക്റ്റിൻ്റെ പ്രോസസ്സിങ്ങിൽ ഇത്ര ലോസ് വരും. സാധാരണ രീതിയിൽ അത്രയും ലോസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ നോർമൽ ലോസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് എസ്റ്റിമേറ്റഡ് നോർമൽ ലോസ് എന്ന് പറയുന്നത്. മുൻകൂട്ടി എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ലോസാണത്. നേരത്തെ നമുക്ക് എന്ത് ചെയ്യുന്നു, നേരത്തെ നമ്മൾ മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അത് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അത്തരം ലോസാണ് നോർമൽ ലോസ്. ഇനി പറയുന്നത് ആ നോർമൽ ലോസിനേക്കാൾ കൂടുതലായിട്ട് എക്സസ് ആയിട്ട് വരുന്ന ലോസാണ് അബ്നോർമൽ ലോസ്. ആ അബ്നോർമൽ ലോസ് നമുക്ക് ലോസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ പഠിച്ചു, എന്നാലും ഞാൻ ഒന്നുകൂടി റിവൈസ് ചെയ്യണം. അപ്പോൾ നോർമൽ ലോസ് എന്ന് പറയുന്നത് അൺഅവോയ്ഡബിളാണ്, അത് ഒഴിവാക്കാൻ പാടില്ലാത്തതാണ്. ആ ലോസിൻ്റെ കോസ്റ്റ് നല്ല യൂണിറ്റ്സ്, ഗുഡ് യൂണിറ്റ്സ് ഷെയർ ചെയ്യുന്നു. അതായത് നോർമൽ ലോസിനെ ഒരു ലോസായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ല. അതേസമയം അബ്നോർമൽ ലോസ് തന്നെയാണ്. അതിന് പല കാരണങ്ങളുണ്ടാവാം. മെഷീൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാവാം, പുവർ ക്വാളിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ഉണ്ടാവാം, പുവർ വർക്ക്മാൻഷിപ്പ് ഉണ്ടാവാം, ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ഓഫ് എംപ്ലോയീസ് ഉണ്ടാവാം. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ടാവും. മെഷീൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാവാം, പവർ സപ്ലൈ ഫെയിലിയർ ഉണ്ടാവാം, പല കാരണങ്ങളുണ്ടാവാം. എന്തായാലും ആ പല കാരണങ്ങളെ കൊണ്ട് ഉണ്ടാകുന്ന അബ്നോർമൽ ലോസ് ഒരു ലോസായിട്ട് ട്രീറ്റ് ചെയ്യുകയും ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഗുഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഗുഡ് യൂണിറ്റിൻ്റെ വാല്യൂ എന്താണോ ആ ഫുൾ വാല്യൂവിൽ അതിനെ മെഷർ ചെയ്യുകയും വേണം അബ്നോർമൽ ലോസിന്. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1000 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഒരു പ്രോസസ്സിലേക്ക്. അതിൽ 10% നമ്മൾ നോർമൽ ലോസ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 10% എന്ന് പറഞ്ഞാൽ 100 യൂണിറ്റാണ് നോർമൽ ലോസ് യൂണിറ്റ്സ്. അപ്പോൾ 1000 യൂണിറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 100 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, നോർമൽ ലോസായിട്ട് പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എത്രയായിരിക്കും, 900 യൂണിറ്റ്സ് ആയിരിക്കും അല്ലേ. പക്ഷേ നമ്മുടെ ഔട്ട്പുട്ട് തന്നിട്ടുള്ളത് 800 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 800 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ നോർമൽ ലോസിനേക്കാൾ കൂടുതലായിട്ട്, നോർമൽ ലോസിനേക്കാൾ ഓവറായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട്, അവിടെ ലോസ് സംഭവിച്ചിട്ടുണ്ട്. ആ ലോസിനെയാണ് എന്തായിട്ട് പറയുന്നത്, അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെ പറയാവുന്നൊരു പേര് അല്ലെങ്കിൽ അതിന് പറയാവുന്നൊരു ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ, ദ ലോസ് ഓവർ ആൻഡ് എബവ് ദ നോർമൽ ലോസ് ഈസ് ട്രീറ്റഡ് ആസ് അബ്നോർമൽ ലോസ്. നോർമൽ ലോസിനേക്കാൾ കൂടുതലായിട്ട് എബവ് ആയിട്ട് ഉള്ള ലോസിനെയാണ് അബ്നോർമൽ ലോസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ അത് വ്യക്തമായി. പക്ഷേ ഇനി ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ,
ഈ നോർമൽ ലോസ് 100 യൂണിറ്റാണ്. അപ്പോൾ 1000 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോസസ്സിൽ നോർമൽ ലോസ് 100 യൂണിറ്റാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഔട്ട്പുട്ട് പ്രതീക്ഷിക്കാവുന്നത് 900 യൂണിറ്റ്സ് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് വന്നത് 950 യൂണിറ്റ്സ് ആണെന്ന് അസ്യൂം ചെയ്യാം. 950 യൂണിറ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ 950 യൂണിറ്റായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ പ്രതീക്ഷിച്ച നോർമൽ ലോസ് ഉണ്ടായിട്ടില്ല. കാരണം എന്താ, നോർമൽ ലോസ് 100 യൂണിറ്റ് വരികയാണെങ്കിൽ ഔട്ട്പുട്ട് 900 യൂണിറ്റാണ് കിട്ടേണ്ടത്. പക്ഷേ ഔട്ട്പുട്ട് ഇവിടെ എത്രയുണ്ട്? 950 യൂണിറ്റ് ഉണ്ട്. ദെൻ നമ്മൾ പ്രതീക്ഷിച്ച നോർമൽ ലോസ് വന്നിട്ടില്ല. പ്രതീക്ഷിച്ച നോർമൽ ലോസ് വന്നിട്ടില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത, നമ്മൾ എക്സ്പീരിയൻസ് വെച്ച് മുൻകൂട്ടി കണക്കാക്കി എസ്റ്റിമേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള നോർമൽ ലോസ് സംഭവിച്ചില്ലെങ്കിൽ നമുക്കതിനെ എന്തായിട്ട് വിളിക്കാം? അബ്നോർമൽ ഗെയിൻ എന്ന് വിളിക്കാം. അപ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ 1000 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, 100 യൂണിറ്റ് നോർമൽ ലോസ് ആയിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. പിന്നീട് ഔട്ട്പുട്ട് 950 യൂണിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ 1050 യൂണിറ്റ് ടോട്ടൽ വരും അല്ലേ? അപ്പോൾ അവിടെ ബാലൻസ് ചെയ്യുക. ഏത് സൈഡാണ് കൂടുക? ക്രെഡിറ്റ് കോളാണ് കൂടുക. ക്രെഡിറ്റ് കോളം കൂട്ടി നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിലൊരു ബാലൻസിങ് ഫിഗർ വരും. എത്ര യൂണിറ്റാണ്? 50 യൂണിറ്റാണ്. ആ യൂണിറ്റ് കോളത്തിൽ ആ 50 യൂണിറ്റിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? അബ്നോർമൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അബ്നോർമൽ ഗെയിൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാര്യമെന്ന് പറയുന്നത് അബ്നോർമൽ ഗെയിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അബ്നോർമൽ ലോസിൻ്റെ കേസിൽ പോലെ തന്നെ അബ്നോർമൽ ഗെയിൻ യൂണിറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കാര്യമെന്ന് പറയുന്നത് അബ്നോർമൽ ഗെയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അബ്നോർമൽ ഗെയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് കുട്ടികൾ യാതൊരു ടെൻഷനും വിചാരിക്കേണ്ട. അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നു അതേ സെയിം ടെക്നീക്ക് തന്നെ. ഒരു ഗുഡ് യൂണിറ്റ്സിൻ്റെ വാല്യൂ എന്താണോ അതേ വാല്യൂ തന്നെയാണ് എന്തിനും വരിക? അബ്നോർമൽ ലോസിനും അബ്നോർമൽ ഗെയിനും വരിക. ഇനി എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കാം. വളരെ സിമ്പിൾ സെൻസിൽ പറയുകയാണെങ്കിൽ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. അപ്പോൾ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ എന്തുണ്ടാവില്ല? അബ്നോർമൽ ഗെയിൻ്റെ വാല്യൂയോടെ ഒഴിഞ്ഞെടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് വേണ്ട, അത് കണ്ടുപിടിക്കണമല്ലോ. അത് കണ്ടുപിടിക്കാനല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡെബിറ്റ് സൈഡിലെ എക്സ്പെൻസുകളൊക്കെ ടോട്ടൽ ചെയ്യുക. മൈനസ് സ്ക്രാപ്പ് വാല്യൂ, നമുക്ക് സ്ക്രാപ്പ് റിയലൈസ് ചെയ്യുന്നത് അത് കുറയ്ക്കുക. ഹോൾ ഡിവൈഡഡ് ബൈ നമ്മുടെ ഇൻപുട്ടഡ് യൂണിറ്റ്സ് മൈനസ് സ്ക്രാപ്പ്ഡ് യൂണിറ്റ്സ് ഹോൾ ഇൻറ്റു അബ്നോർമൽ ഗെയിൻ യൂണിറ്റ്സ്. ഇവിടെ 50 യൂണിറ്റാണ്. അപ്പോൾ 50 ഇൻറ്റു 50 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അബ്നോർമൽ ഗെയിൻ്റെ വാല്യൂ കിട്ടും. ആ വാല്യൂ എമൗണ്ട് കോളത്തിൽ എഴുതി ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ടിൻ്റെ, ഈ പ്രോസസ്സിൽ നിന്ന് പുറത്തു പോകുന്ന ഔട്ട്പുട്ടിൻ്റെ വാല്യൂ കിട്ടും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇനി നമുക്കതിൻ്റെ എന്താണ് അബ്നോർമൽ ഗെയിൻ, എന്താണ് മറ്റു കാര്യങ്ങളിലേക്ക് നോക്കാം. സംടൈംസ് ആക്ച്വൽ ലോസ് or wastage in a process is less than the expected normal loss. In this case, the difference between actual loss and expected loss is known as abnormal gain or abnormal effective. അതായത് നമ്മുടെ ചില സമയത്ത് ആക്ച്വൽ ലോസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെക്റ്റഡ് ലോസിനേക്കാൾ കുറവായിരിക്കും. ലെസ് ദാൻ ദി എക്സ്പെക്റ്റഡ് നോർമൽ ലോസ് ആയിരിക്കും. അപ്പോൾ ലെസ് ദാൻ ദി എക്സ്പെക്റ്റഡ് നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ച നോർമൽ ലോസ് വന്നിട്ടില്ല. ആ അവസ്ഥയാണ്, അല്ലെങ്കിൽ അവിടെ എന്തുണ്ടെന്ന് പറയാം? അബ്നോർമൽ ഗെയിൻ ഉണ്ടെന്ന് പറയാം. മനസ്സിലായല്ലോ? ഇൻ അതർ വേർഡ്സ്, വെൻ ദി ആക്ച്വൽ പ്രൊഡക്ഷൻ ഈസ് മോർ ദാൻ ദി നോർമൽ ഔട്ട്പുട്ട്, the difference is called abnormal gain. നോർമൽ ഔട്ട്പുട്ടിനേക്കാൾ കൂടുതൽ ആക്ച്വൽ പ്രൊഡക്ഷൻ വന്നാൽ അതിനെ അബ്നോർമൽ ഗെയിൻ ആണ് എന്ന് പറയാം. ഇത്രയാണ് നമുക്ക് തിയറിറ്റിക്കലായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ച് എഴുതുക. ദ നെക്സ്റ്റ് ഈസ് ട്രീറ്റ്മെൻറ്റ് ഓഫ് അബ്നോർമൽ ഗെയിൻ. അബ്നോർമൽ ഗെയിൻ ഈസ് വാല്യൂഡ് ഇൻ ദ സെയിം മാനർ ആസ് അബ്നോർമൽ ലോസ് ഈസ് വാല്യൂഡ്. അബ്നോർമൽ ലോസ് വാല്യൂ ചെയ്യുന്ന സെയിം മാനറിലാണ്
അബ്നോർമൽ ഗെയിൻ വാല്യൂ ചെയ്യേണ്ടത്. യാതൊരു വ്യത്യാസവുമില്ല. മനസ്സിലായല്ലോ? ഇനി അബ്നോർമൽ ഗെയിൻ എന്ത് ചെയ്യണം? എങ്ങനെയാണോ അബ്നോർമൽ ലോസ് വാല്യൂ ചെയ്യുന്ന പോലെ അത് വാല്യൂ ചെയ്യുക, എന്നിട്ട് ബാലൻസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ആ പ്രോസസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. ദെൻ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൽ ഞാനത് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞുതരാം എങ്ങനെയാണ് ഗെയിൻ അക്കൗണ്ട് സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അത് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു തരാം. ഇനി നമുക്ക് അബ്നോർമൽ ഗെയിൻ്റെ ചില ജേണൽ എൻട്രീസ് ഉണ്ട്. ജേണൽ എൻട്രീസും ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയാം. കാരണം ജേണൽ എൻട്രി നമുക്ക് പഠിക്കേണ്ടെന്ന് ആവശ്യമില്ല. നമുക്കത് ഓൾറെഡി അതിൽ നോക്കിയാൽ അറിയാൻ സാധിക്കും. നമ്മൾ അബ്നോർമൽ ഗെയിൻ ആണോ അബ്നോർമൽ ലോസ് ആണോ എന്നൊക്കെ ബാലൻസ് ചെയ്ത് കണ്ടുപിടിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ വളരെ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ജേണൽ എൻട്രി പഠിക്കാനും സാധിക്കും കേട്ടോ. ഇനി വാല്യുവേഷൻ ഓഫ് അബ്നോർമൽ ഗെയിൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എങ്കിലും ഒന്നുകൂടി പറയാം. വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ ഈസ് ഈക്വൽ ടു നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട്. ഈ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ വേറൊരു രീതിയിൽ പറഞ്ഞെന്താണ്, ടോട്ടൽ ഓഫ് ഡെബിറ്റ് സൈഡ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ. അതാണ് ഈ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഹോൾ ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. നോർമൽ ഔട്ട്പുട്ടാണ് നമ്മൾ പറഞ്ഞത് ഇൻട്രൊഡ്യൂസ്ഡ് യൂണിറ്റ്സ് മൈനസ് സ്ക്രാപ്പ്ഡ് യൂണിറ്റ്സ് ഹോൾ ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് എ ജി. എന്താ എ ജി? അബ്നോർമൽ ഗെയിൻ കേട്ടോ. ഇത്രയാണുള്ളത്. ഇനി നമുക്ക് ഈ അബ്നോർമൽ ഗെയിൻ വരുന്നൊരു ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. പേജ് നമ്പർ 47 എക്സാമ്പിൾ 7 ആണ്. പ്രൊഡക്റ്റ് എ ഈസ് ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ഇറ്റ് പാസസ് ത്രൂ 3 ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സസ്. ഒരു പ്രൊഡക്റ്റ് എ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് അത് പല 3 ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സിൽ പാസ് ചെയ്തിട്ടാണ് എത്തുന്നത്. അത്രമാത്രമേ ഉള്ളൂ. 2000 kilograms of material at ₹5 per kg were issued to the first process. 2000 kilograms of material അത് 1 കിലോഗ്രാമിന് 5 രൂപ വെച്ചിട്ടാണ് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇഷ്യൂഡ് ടു ദ ഫസ്റ്റ് പ്രോസസ്സ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് പ്രോസസ്സാണെന്ന് അസ്യൂം ചെയ്യുക. പ്രോസസ് 1 ആണ്. ഡയറക്റ്റ് വേജസ് എമൗണ്ടഡ് ടു ₹900 ആൻഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് ഇൻകേർഡ് ₹500. ഇതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല. നോർമൽ ലോസ് ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് 10% ഓഫ് ഇൻപുട്ട്. നോർമൽ ലോസ് ഇൻപുട്ടിൻ്റെ 10%. ദ വേസ്റ്റേജ് ഈസ് സോൾഡ് അറ്റ് ₹3 per kg. 3 രൂപയ്ക്ക് അത് വിൽക്കാൻ പറ്റും, അത് റിയലൈസ് ചെയ്യുന്നു. അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ 3 രൂപയാണ്. ദ ആക്ച്വൽ ഔട്ട്പുട്ട് ഈസ് 1850 kilograms. ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഔട്ട്പുട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഒന്നുകിൽ അബ്നോർമൽ ലോസ് ഉണ്ട് അല്ലെങ്കിൽ അബ്നോർമൽ ഗെയിൻ ഉണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന അബ്നോർമൽ ഗെയിൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്തുണ്ട്? അബ്നോർമൽ ഗെയിൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പ്രിപ്പയർ പ്രോസസ് 1 അക്കൗണ്ട് ആൻഡ് അബ്നോർമൽ ഗെയിൻ ആൻഡ് അബ്നോർമൽ ലോസ് അക്കൗണ്ട് ആസ് ദ കേസ് മേ ബി. 1 പ്രോസസ് അക്കൗണ്ട് വരയ്ക്കുക, 2 അബ്നോർമൽ ഗെയിൻ ആണെങ്കിൽ അബ്നോർമൽ ഗെയിൻ, അബ്നോർമൽ ലോസ് ആണെങ്കിൽ അബ്നോർമൽ ലോസ് അക്കൗണ്ട് വരയ്ക്കുക. അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടി ബോർഡിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ പ്രോസസ് 1 അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ഇത് ഗെയിൻ വരുന്ന പ്രോബ്ലം ആയിരിക്കും. കാരണം ഗെയിൻ ഡിസ്കസ് ചെയ്തിട്ട് ഗെയിൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഗെയിൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ മെറ്റീരിയൽസ് പോലെയുള്ള എക്സ്പെൻസ് ഒക്കെ ഡെബിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 മെറ്റീരിയൽസ്. ഇവിടെ കൃത്യമായിട്ട് മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി പറഞ്ഞിട്ടുണ്ട്. 2000 kilograms മെറ്റീരിയലാണ്. അപ്പോൾ യൂണിറ്റിൽ നമ്മൾ 2000 kilograms എഴുതുന്നു. 1 കിലോഗ്രാമിന് 5 രൂപയാണ്. അപ്പോൾ 10,000 രൂപ. ₹10,000 ആണ്. അടുത്ത എക്സ്പെൻസ് നോക്കുക. അടുത്ത എക്സ്പെൻസ് ഡയറക്റ്റ് വേജസ് ₹900. അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഡയറക്റ്റ് വേജസ് ₹900 ആണ്. ഡയറക്റ്റ് വേജസ് കഴിഞ്ഞാൽ അടുത്തത് പ്രൊഡക്ഷൻ ഓവർഹെഡ്.
പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് ആണ്. പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് നമ്മളോട് 500 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. 500 rupees. ദെൻ നോർമൽ ലോസ്. ഇനി എക്സ്പെൻസുകൾ കഴിഞ്ഞു. നോർമൽ ലോസ് ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് 10% ഓഫ് ഇൻപുട്ട് ബൈ നോർമൽ ലോസ് ഇൻപുട്ടിൻ്റെ 2000-ൻ്റെ 10%, 10/100 നോർമൽ ലോസ് ഇൻറ്റു അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ. ദിസ് വേസ്റ്റേജ് ഈസ് സോൾഡ് അറ്റ് ₹3 per share ആണ്, 3 രൂപ വെച്ച്. ഇപ്പോൾ 2000-ൻ്റെ 10% എന്ന് പറയുമ്പോൾ 200 യൂണിറ്റ് 3 രൂപ വെച്ചിട്ടാണ് അത് വിൽക്കുന്നത്. 200 യൂണിറ്റ് 3 രൂപ വെച്ചിട്ടാകുമ്പോൾ 600. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ദ ആക്ച്വൽ ഔട്ട്പുട്ട് ഈസ് 1850 kilograms. അപ്പോൾ ഇവിടെ ലാസ്റ്റ് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നില്ല, ഇതിൽ 3 ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പ്രോസസ്സാണ് തന്നിട്ടുള്ളത്. അപ്പോൾ പ്രോസസ്സ് ലാസ്റ്റ് പ്രോസസ്സ് ആണെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ 3 പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പ്രോസസ് ടു അക്കൗണ്ട് ഔട്ട്പുട്ട്, ഇതിൻ്റെ ഔട്ട്പുട്ട് അവിടേക്കാണ് പോവുക. നമ്പർ ഓഫ് യൂണിറ്റ്സ് തന്നിട്ടുണ്ട് 1850. ഇതാണ് യൂണിറ്റ്സ്, 1850 യൂണിറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ നമ്മൾ ഇവിടെ വരച്ചിട്ട് ഇവിടെ ടോട്ടൽ ചെയ്യും, ഇവിടെ, എന്നിട്ട് അത് ഇപ്പുറത്തേക്ക് എഴുതും. അപ്പോൾ എല്ലായ്പ്പോഴും ഞാനത് ചെയ്യുമ്പോൾ പറയാറുണ്ട്, എന്താണ് ബാലൻസിങ്ങിന് അങ്ങനെ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ വരിക, ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ വരിക, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ബാലൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം എവിടെയാണ് കൂടുതൽ, ആ സൈഡാണ് നമ്മൾ കൂട്ടേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 1880-ഉം 200-ഉം 2050 അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ സൈഡാണ് യൂണിറ്റ്സിൻ്റെ കൂടുതൽ. അതുകൊണ്ട് തന്നെ യൂണിറ്റ്സ് കോളം മാത്രം പല സമയത്തും ഞാൻ പറയാറുണ്ട്, യൂണിറ്റ്സ് കോളം മാത്രം എന്ത് ചെയ്യുക? ആദ്യം ബാലൻസ് ചെയ്യുക. ഇപ്പോൾ 2050 വന്നു എന്നറിഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിവിടെ ബാലൻസ് ചെയ്താൽ എന്നിട്ട് പറയാം. 2050 ഡബിൾ ലൈൻ ചെയ്തു, ഇവിടെയും ഡബിൾ ലൈൻ ചെയ്തു. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 2000 യൂണിറ്റാണ് ഇൻപുട്ട് ഉള്ളത്. 2000 യൂണിറ്റ് ഇൻപുട്ട് ഉണ്ടായിട്ട് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല? 2050 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഒരു കാരണവശാലും നമുക്ക് 2050 യൂണിറ്റ് ടോട്ടൽ വരില്ല. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? 2000 യൂണിറ്റാണ് നമ്മൾ ഇൻപുട്ട് നടത്തിയത്. അതിൽ 200 യൂണിറ്റ് നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച്, നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ച് 200 യൂണിറ്റ് ലോസ് വരാമെന്ന് നമ്മൾ കണക്കാക്കി. അപ്പോൾ ഔട്ട്പുട്ട് എത്രയേ വരാൻ പാടുള്ളൂ? 1800 വരാൻ പാടുള്ളൂ. പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസ്ഡ് എംപ്ലോയീസിൻ്റെ കാരണത്താലോ നമ്മുടെ നല്ല റോ മെറ്റീരിയൽസിൻ്റെ ഗുണം കൊണ്ടോ ഒക്കെ നമുക്ക് എന്ത് കിട്ടി? 1850. ഈ കമ്പനിക്ക് ഈ പ്രോസസ്സിലെ 1850, അതായത് 50 യൂണിറ്റ് അധികം എന്ത് കിട്ടി? ഔട്ട്പുട്ട് കിട്ടി. ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് അബ്നോർമൽ ഗെയിൻ. ഇതിനെയാണ് നമ്മൾ അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അബ്നോർമൽ ഗെയിൻ വരുന്നത്? പ്രതീക്ഷിച്ച നോർമൽ ലോസ് ഉണ്ടായില്ല. പ്രതീക്ഷിച്ച നോർമൽ ലോസ് 200 യൂണിറ്റ് ആണ്. പ്രതീക്ഷിച്ച നോർമൽ ലോസ് ഉണ്ടായില്ലെങ്കിൽ നോർമൽ ലോസ് കുറച്ച് എഴുതുകയല്ല ചെയ്യുക. ആ എക്സസ് ഉണ്ടായിട്ടുള്ള യൂണിറ്റ് 50 യൂണിറ്റ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? അബ്നോർമൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇത് ബാലൻസ് ചെയ്താൽ കിട്ടും. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടി? ഇവിടെ 50 യൂണിറ്റ് കിട്ടി. അപ്പോൾ വേറൊരു രീതിയിൽ പറയാം, നമുക്ക് യൂണിറ്റ് കോളം ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് കോളത്തിൽ ബാലൻസ് വരികയാണെങ്കിൽ അബ്നോർമൽ ഗെയിൻ, ക്രെഡിറ്റ് കോളത്തിൽ ബാലൻസ് വരികയാണെങ്കിൽ അബ്നോർമൽ ലോസ്. അങ്ങനെയും കുട്ടികൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അബ്നോർമൽ ഗെയിൻ.
അപ്പം ഞാൻ ഒന്നുകൂടി പറയാം, എന്താണ് അബ്നോർമൽ ലോസ്? നോർമൽ ലോസിനേക്കാൾ കൂടുതലായിട്ടുള്ള, അല്ലെങ്കിൽ ദ ലോസ് എക്സസ് ഓർ ഓവർ ഓർ എബവ് ദ നോർമൽ ലോസ് ഈസ് ട്രീറ്റഡ് ആസ് അബ്നോർമൽ ലോസ്. ദെൻ പ്രതീക്ഷിച്ച നോർമൽ ലോസ് വന്നില്ലെങ്കിൽ, ഇഫ് ദ നോർമൽ ലോസ് ഈസ് എന്താണ് റിഡ്യൂസ്ഡ് ഇൻ എ സർട്ടൻ എക്സ്റ്റെൻറ്റ്, ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് അബ്നോർമൽ ഗെയിൻ. നോർമൽ ലോസ് എത്രത്തോളം നമുക്ക് കുറയുന്നുവോ അത്രത്തോളം നമുക്ക് അഡീഷണൽ പ്രൊഡക്ഷൻ കിട്ടുന്നു. അതിന് നമുക്ക് എന്തായിട്ട് പറയാം? അബ്നോർമൽ ഗെയിൻ എന്ന് പറയാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മൾ പ്രോസസ് അക്കൗണ്ട് വരച്ച് യൂണിറ്റ് കോളൊക്കെ എഴുതി കഴിഞ്ഞ് യൂണിറ്റ് കോൾ ആദ്യം ബാലൻസ് ചെയ്യുക. അങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ ബൈ സൈഡിൽ വരികയാണെങ്കിൽ അബ്നോർമൽ ലോസ്, ഡെബിറ്റ് സൈഡിൽ വരികയാണെങ്കിൽ അബ്നോർമൽ ഗെയിൻ. ഇനി അടുത്തത് നമ്മൾ വർക്കിംഗ് നോട്ട് ഓപ്പൺ ചെയ്യണം. വർക്കിംഗ് നോട്ടിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ. എങ്ങനെയാണ് അബ്നോർമൽ ഗെയിനിൻ്റെ വാല്യൂ കണക്കാക്കുക? വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിനിനെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ എങ്ങനെ കാണുന്നു അതേപോലെ തന്നെയാണ് അബ്നോർമൽ ഗെയിനിൻ്റെ വാല്യൂ കാണുക. അപ്പോൾ എങ്ങനെയാണ് കാണുക? നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 10,900 11,400 അല്ലേ? 11,400 നമ്മുടെ ഡെബിറ്റ് കോളത്തിൻ്റെ ടോട്ടൽ, മൈനസ് നമ്മുടെ സ്ക്രാപ്പ് വാല്യൂ 600 രൂപ, ഡിവൈഡഡ് ബൈ ഇൻപുട്ട് 2000 മൈനസ് സ്ക്രാപ്പ്ഡ് യൂണിറ്റ്സ് എത്രയാണ്? 200. അപ്പോൾ 11,400 400 11 200 പോയി കഴിഞ്ഞാൽ 10,800 ഡിവൈഡഡ് ബൈ 2,200 പോയി കഴിഞ്ഞാൽ 1,800 ഹോൾ ഇൻറ്റു എന്താ ചെയ്യുക? അബ്നോർമൽ ഗെയിൻ യൂണിറ്റ്സ് എത്രയാണ്? 50. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടും. എത്രയാണ് അബ്നോർമൽ ഗെയിനിൻ്റെ വാല്യൂ എന്നുള്ളത് നമുക്ക് കിട്ടും. അത് ആക്ച്വൽ പ്രോസസ്സിൻ്റെ വാല്യൂ തന്നെയാണ്. അതായത് ആക്ച്വൽ യൂണിറ്റിൻ്റെ, ഒരു ഗുഡ് യൂണിറ്റിൻ്റെ വാല്യൂ തന്നെയാണ്. 300 രൂപയാണ് കിട്ടുക. ഈക്വൽ ടു ₹300. ഇതിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം? എമൗണ്ട് കോളം. അപ്പം അതുകൊണ്ടാണ് ഇവിടെ എമൗണ്ട് കോളത്തിൽ എമൗണ്ട് എഴുതരുത് എന്ന് പറയുന്നത്. ടോട്ടൽ ചെയ്തിട്ട് എഴുതരുത് എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. കാരണം ഇതുകൂടി എഴുതിയാലാണ് ഇത് ഈ സൈഡ് ടോട്ടലാവുള്ളൂ. ഇപ്പോൾ 11,400 ഇപ്പോൾ നമ്മൾ കൂട്ടിയത്. 11,400 300 11,700 വരും ഇവിടെ. അതുകൊണ്ടാണ് എഴുതാൻ വരട്ടെ എന്ന് പറയുന്നത്. ഡബിൾ ലൈൻ ചെയ്യുക, അത് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. 11,700 ഇങ്ങോട്ട് എടുത്ത് എഴുതുക, ഡബിൾ ലൈൻ ചെയ്യുക. ബാലൻസിങ് ഫിഗർ എത്ര വരിക? 11,100. ഇനി കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ് വരിക? സ്വാഭാവികമായിട്ടും എത്ര വരും? ഈ എമൗണ്ടിനോട് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് വരും അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? CPU ഈക്വൽ ടു 11,100 ഡിവൈഡഡ് ബൈ 1,850. അപ്പോൾ അത് ₹6 പെർ യൂണിറ്റ്. അപ്പോൾ പ്രോസസ് 1 അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെയാണ് അബ്നോർമൽ ഗെയിൻ കണ്ടുപിടിച്ചതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും കുട്ടികൾക്ക്. അബ്നോർമൽ ഗെയിൻ ആയാലും ലോസ് ആയാലും പ്രോസസ് 1 അക്കൗണ്ട് വരച്ച് എക്സ്പെൻസുകളൊക്കെ ഡെബിറ്റ് ചെയ്തതിന് ശേഷം നോർമൽ ലോസ് ക്രെഡിറ്റ് ചെയ്യുക. ഔട്ട്പുട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് നമ്മൾ യൂണിറ്റ് കോളത്തിൽ എഴുതുക. ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് ബാലൻസിങ് നടത്തുക എന്നുള്ളതാണ്. യൂണിറ്റ് കോളം ബാലൻസിങ് നടത്തുക. യൂണിറ്റ് കോളം ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? 2 കോളവും ഈക്വലായിട്ട് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് റഫ് ടോട്ടലിംഗ് നടത്തുക. എവിടെയാണ് കൂടുതൽ ആ സൈഡ് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. മറ്റേ അതർ സൈഡ് ആഡ് ചെയ്യാൻ പാടില്ല. കാരണം കൂടുതലുള്ള സൈഡ്, അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ ഡെബിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അസംഷൻ്റെ ഭാഗമാണ്. ഇവിടെ അബ്നോർമൽ ഗെയിൻ ഇല്ല എന്നുള്ള അസംഷൻ്റെ ഭാഗമാണ് ഇത് ആഡ് ചെയ്യുമ്പോൾ. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്കറിയില്ല ഒരു ക്വസ്റ്റ്യനിൽ അബ്നോർമൽ ലോസ് ആണോ അബ്നോർമൽ ഗെയിൻ ആണോ നമുക്കറിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു എന്താ പറയുക, ചെറുതായിട്ടൊന്ന് ഒരു റഫ് ടോട്ടലിംഗ് നടത്തുക 2 സൈഡും. അപ്പോൾ അങ്ങനെ റഫ് ടോട്ടലിംഗ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെയാണ് കൂടുതൽ. അപ്പോൾ ഈ സൈഡ് കൂട്ടുക, എന്നിട്ട് ഇപ്പുറത്തേക്ക് ഇടുക, എന്നിട്ട് ബാലൻസ് ചെയ്യുക. എന്നിട്ട് എന്ത് കാണുക? വർക്കിംഗ് നോട്ടിൽ പോയിട്ട് വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞ് വാല്യൂ കാണുക. വാല്യൂ കണ്ട് വാല്യൂ എഴുതിയതിന് ശേഷം ബാലൻസ് ചെയ്യുക. എമൗണ്ട് കോളം ബാലൻസ് ചെയ്യുക. അവിടെ ഈ പ്രശ്നമില്ല. എന്താ കാരണം വെച്ചാൽ അബ്നോർമൽ ഗെയിനാണ് വരുന്നതെങ്കിൽ എവിടെ തന്നെയാണ് കൂടുതൽ വരിക? ഇവിടെ തന്നെയാണ് കൂടുതൽ വരിക.
അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുക, അപ്പുറത്തേക്ക് പോവുക, ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ് 2ലേക്ക് പോകുന്ന ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാണുക. കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ വാല്യൂവിനോട് തുല്യമായിരിക്കും? ഇവിടെ 6 × 50 ആണല്ലോ 300 എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂവിനോട്, അതായത് അബ്നോർമൽ ഗെയിൻ്റെ വാല്യൂവും ഔട്ട്പുട്ടിൻ്റെ വാല്യൂവും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ അബ്നോർമൽ ലോസിൻ്റെ വാല്യൂവും ഔട്ട്പുട്ടിൻ്റെ വാല്യൂവും സെയിം ആയിരിക്കും. കാരണം നമുക്ക് അബ്നോർമൽ ഗെയിൻ ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ നമ്മൾ ഗുഡ് യൂണിറ്റ്സ് എങ്ങനെ വാല്യൂ ചെയ്യും അതുപോലെയാണ് വാല്യൂ ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ പ്രോബ്ലം കഴിഞ്ഞിട്ടില്ല, അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിലേക്ക് പോകണം. അപ്പോൾ അതിന് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് വരയ്ക്കണം കേട്ടോ. ബോർഡ് ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് പോകാം. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. വളരെ വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു അക്കൗണ്ടാണ് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്. കാരണം പലപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു അക്കൗണ്ടാണ് അബ്നോർമൽ ഗെയിൻ. നമുക്കിനി കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം, ആ ഏരിയയിലുള്ള കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാൻ നോക്കാം, നമുക്ക് ശ്രമിക്കാം. എന്തായാലും ഇത് നമുക്ക് നോക്കാം. ഈ അബ്നോർമൽ ഗെയിൻ ടു അബ്നോർമൽ ഗെയിൻ ആണ്. പ്രോസസ് അക്കൗണ്ട് 1 അക്കൗണ്ട് ഡെറ്റർ ടു അബ്നോർമൽ ഗെയിൻ. അപ്പോൾ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൽ എന്ത് വരും? ബൈ പ്രോസസ് 1 അക്കൗണ്ട്. അങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു ബൈ പ്രോസസ് 1 അക്കൗണ്ട്. ബൈ പ്രോസസ് 1 അക്കൗണ്ട് എത്രയാണ്? 50 യൂണിറ്റ്സ്. 50 യൂണിറ്റ്സ്. എമൗണ്ട് ടോട്ടൽ 300. 50 യൂണിറ്റ്, ടോട്ടൽ വാല്യൂ 300 രൂപ. അപ്പം ഇത് നമ്മുടെ പ്രോഫിറ്റാണ്. പക്ഷേ ഇത് മുഴുവൻ നമുക്ക് പ്രോഫിറ്റായിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം ഇത് അബ്നോർമൽ ഗെയിൻ ആയത് എങ്ങനെയാണ്? നമ്മൾ പ്രതീക്ഷിച്ച നോർമൽ ലോസ് വന്നില്ല. ഇവിടെ നോർമൽ ലോസ് 200 യൂണിറ്റ് നോർമൽ ലോസ് ഉണ്ടായെങ്കിൽ നമുക്കിവിടെ 1800 യൂണിറ്റാണ് ഔട്ട്പുട്ട് വരുള്ളൂ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത നോർമൽ ലോസ് കൃത്യമായിട്ട് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എത്രയാവും? 1800 തന്നെയായിട്ട് ലിമിറ്റ് ചെയ്യപ്പെടുമായിരുന്നു. ഇവിടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത നോർമൽ ലോസ് സംഭവിച്ചില്ല. 50 യൂണിറ്റ് കുറവാണ് നമുക്കുണ്ടായത്. അപ്പോൾ 50 യൂണിറ്റ് നോർമൽ ലോസ് ഉണ്ടാവാത്ത, അല്ലെങ്കിൽ നോർമൽ ലോസ് ഉണ്ടായില്ല, അതിന് പകരം അത് ഗുഡ് യൂണിറ്റ്സ് ആയിട്ട് മാറി. അതുകൊണ്ടാണ് നമുക്ക് അബ്നോർമൽ ഗെയിൻ ഉണ്ടായത്. അപ്പോൾ അബ്നോർമൽ ഗെയിൻ ഉണ്ടായില്ലെങ്കിൽ ഇതെന്താകുമായിരുന്നു? നോർമൽ ലോസ് ആകുമായിരുന്നു. ഞാൻ ഒന്നുകൂടി പറയാം. അബ്നോർമൽ ഗെയിൻ 50 യൂണിറ്റ് എന്ന് പറയുന്നത് നോർമൽ ലോസ് പ്രതീക്ഷിച്ചത്ര വന്നില്ല. അതാണ് 50 യൂണിറ്റ് അബ്നോർമൽ ഗെയിൻ. അപ്പോൾ അബ്നോർമൽ ഗെയിൻ 50 യൂണിറ്റ് ഉണ്ടായില്ലെങ്കിലും അതെന്തായിട്ട് മാറുമായിരുന്നു? അത് നോർമൽ ലോസ് ആയിട്ട് മാറുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് ഒരു യൂണിറ്റിന് എത്ര വെച്ച് കിട്ടുമായിരുന്നു? 3 രൂപ വെച്ച് കിട്ടുമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാം? അത് നമുക്ക് ടു നോർമൽ ലോസ് അക്കൗണ്ട്, അത് ലോസ് ആണല്ലോ, നോർമൽ ലോസ് നമുക്ക് കിട്ടിയില്ലല്ലോ. ടു നോർമൽ ലോസ് അക്കൗണ്ട്, നോർമൽ ലോസ് അക്കൗണ്ട് ബ്രാക്കറ്റിലെ ലോസ് ഓഫ് ഇൻകം. ആ ഇൻകം നഷ്ടപ്പെട്ടു നമുക്ക് അല്ലേ? 50 യൂണിറ്റിന് അറ്റ് ദ റേറ്റ് ഓഫ് ₹3 പെർ യൂണിറ്റ്. 3 രൂപ യൂണിറ്റിന് വെച്ച് 50 യൂണിറ്റിന് എത്രയാണ്? 150 രൂപ നഷ്ടപ്പെട്ടു നമുക്ക്. മനസ്സിലായോ? അപ്പോൾ ആ നഷ്ടം, ആ ലോസ് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇനി ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 300 ഡബിൾ ലൈൻ ചെയ്യുക. ഇവിടെ 50 യൂണിറ്റിനെ ഡബിൾ ലൈൻ ചെയ്യുക. ഇവിടെ 50, 300 ഡബിൾ ലൈൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു 150 രൂപ ബാലൻസ് വരും. അവിടെ എഴുതുക ടു കോസ്റ്റിംഗ് P&L അക്കൗണ്ട്. എന്താ P&L അക്കൗണ്ട്? കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഈ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കുട്ടികൾക്ക് സാധാരണ തെറ്റിക്കുന്നത്. നന്നായിട്ട് പഠിക്കുക, ഈ അക്കൗണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാരണം അടുത്തത് നമ്മുടെ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ എന്നുള്ള ഹെഡ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ എന്നുള്ള ഹെഡ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രോസസ് അക്കൗണ്ടായിട്ടുള്ള അതിലും പ്രോസസ്സ് വരുന്നുണ്ട്. ഇനി ബൈ പ്രോഡക്റ്റ് അതുപോലെ തന്നെ ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് ഒക്കെ വരുന്നുണ്ട്.
അപ്പോൾ പ്രോസസ്സ് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിലും ഇതിലെ അബ്നോർമൽ ലോസും അബ്നോർമൽ ഗെയിനും നോർമൽ ലോസ് അക്കൗണ്ട് നമ്മൾ വരച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഇനി നമ്മൾ നേരെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് കുറച്ചധികം നമ്മളിവിടെ സ്പെഷ്യാലിറ്റി ഉള്ളത് നോക്കിയിട്ട് വർക്ക് ചെയ്യുന്നു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ബാക്കി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അത് കുട്ടികൾ വീട്ടിൽ വർക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ എന്നുള്ള ടോപ്പിക്കിലേക്ക് കടക്കാതെ നമ്മളിനി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യാം. പേജ് നമ്പർ 81 ഇല്ലസ്ട്രേഷൻ 1 ആണ്. ഞാൻ വായിക്കാം. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് എ ഫാക്ടറി പ്രൊഡ്യൂസിങ് എ കമ്മോഡിറ്റി in the manufacturing of which 3 processes are involved. Prepare process cost accounts showing the cost of the output and the cost per unit at each stage of manufacture. എന്ന് പറഞ്ഞ് കുറച്ച് എമൗണ്ടുകളൊക്കെ തന്നിട്ടുണ്ട്, മറ്റ് ഡീറ്റെയിൽസൊക്കെ തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 3 പ്രോസസ്സ് ഉള്ളൊരു അക്കൗണ്ടാണ്, അത് വരയ്ക്കാനാണ്. നമുക്കിത് ബോർഡിൽ സോൾവ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ഉള്ള കാരണം കൊണ്ടാണ്. സ്റ്റോക്ക് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, എങ്കിലും അതുകൂടി ഉള്ള കാരണം കൊണ്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. സമയം കളയുന്നില്ല, നേരെ ടോപ്പിക്കിലേക്ക് പോവാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 റോ മെറ്റീരിയൽസ് 2750 ആണ് നമുക്ക് എഴുതാൻ പറ്റുന്ന യൂണിറ്റ്സ്. കാരണം നമ്മുടെ പ്രൊഡക്ഷൻ ഗ്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള കാരണം കൊണ്ടാണ് ആദ്യത്തെ പ്രൊഡക്ഷൻ ഗ്രോസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രോസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്ഷൻ നോട്ട് ഇൻക്ലൂഡിങ് നോർമൽ വേസ്റ്റേജ്, ആ രീതിയിലാണ് അത് എഴുതിയിട്ടുള്ളത്. റോ മെറ്റീരിയൽസ് കൺസ്യൂംഡിൻ്റെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്, എമൗണ്ട് 8000 ആണ്, 8000. ഇത് എഴുതി കഴിഞ്ഞാൽ അടുത്ത് ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസ് ആണ്. ഡയറക്റ്റ് വേജസ് 2500, 2500 ആണ് ഫസ്റ്റ് പ്രോസസ്സിൽ, 2500. ഡയറക്റ്റ് വേജസ് കഴിഞ്ഞാൽ അടുത്തത് മെഷീൻ എക്സ്പെൻസസ്. മെഷീൻ എക്സ്പെൻസസ് 1400, 1400. അടുത്തത് ഫാക്ടറി ഓൺ കോസ്റ്റ്. ഫാക്ടറി ഓൺ കോസ്റ്റ് 1100. അപ്പോൾ എല്ലാ എക്സ്പെൻസും ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞ് എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്തു. അടുത്ത കാര്യം എന്ന് പറയുന്നത് നോർമൽ ലോസ് ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ നോർമൽ വേസ്റ്റേജ് എഴുതുക. ഇവിടെ ബൈ വേസ്റ്റേജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ സാധാരണ സ്ക്രാപ്പ് വാല്യൂ തരില്ല. നോക്കാം, നമുക്ക് സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടില്ല കേട്ടോ. വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ലോസ്, വെയിറ്റ് ലോസ് എന്നുള്ള ബേസിലാണ് 180 രൂപ ഇല്ല. ഇനി നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഇനി നമുക്ക് പ്രോസസ് 1 അക്കൗണ്ടിലേക്കുള്ള അല്ലെങ്കിൽ അത്തരം ഐറ്റംസ് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ക്ലോസിങ് സ്റ്റോക്ക് ഉണ്ടോ? ഇനി വേറൊന്നും തന്നിട്ടില്ല. തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്യാം. ഔട്ട്പുട്ട് തന്നിട്ടുണ്ടോ നോക്കാൻ ഞാൻ പറഞ്ഞത് ഇതിൽ അബ്നോർമൽ ലോസോ അബ്നോർമൽ ഗെയിനോ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ട് തന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞത്. ഔട്ട്പുട്ട് തന്നിട്ടില്ല. അപ്പോൾ അത് ബാലൻസ് ചെയ്യുക, 2 സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുക. $13,000.
2600, അവിടെ 13,000. കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 2600 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ ₹5. 5 രൂപയാണ്. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് കഴിഞ്ഞു. രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കണം. സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് രണ്ടാമത്തെ പ്രോസസ്സിൽ 280 യൂണിറ്റ് കാണാനുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ എഴുതേണ്ടത് എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് 280 യൂണിറ്റ്. ഏതൊരു പ്രോസസ്സിൻ്റെയും ഓപ്പണിംഗ് സ്റ്റോക്ക് ആയാലും ക്ലോസിംഗ് സ്റ്റോക്ക് ആയാലും അത് വാല്യൂ ചെയ്യേണ്ടത് തൊട്ട് മുൻപുള്ള പ്രോസസ്സിലെ പ്രീസീഡിങ് ആയിട്ടുള്ള പ്രോസസ്സിലെ കോസ്റ്റ് പെർ യൂണിറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ 5 രൂപ വെച്ചിട്ടാണ് എന്തിനെ വാല്യൂ ചെയ്യേണ്ടത്? 280 യൂണിറ്റിനെ വാല്യൂ ചെയ്യേണ്ടത്. 10 25 1250. ഇനി നമുക്ക് എന്ത് ചെയ്യാം? റോ മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇനി ഇത് മാറ്റണം. ടു പ്രോസസ് 1 അക്കൗണ്ട്. പ്രോസസ് 1 അക്കൗണ്ട്. ട്രാൻസ്ഫർ. ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞാൽ ആദ്യം ട്രാൻസ്ഫർ ആണ് ചെയ്യേണ്ടത്. 2600 യൂണിറ്റ് 13,000. ഇനി നമുക്ക് റോ മെറ്റീരിയൽസ് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡയറക്റ്റ് വേജസ് പോലെയുള്ള എക്സ്പെൻസുകൾ ഡെബിറ്റ് ചെയ്യാം. ഡയറക്റ്റ് വേജസ് 5,000. മെഷീൻ എക്സ്പെൻസ് രണ്ടാമത്തെ പ്രോസസ്സിൽ 1200. 1200. ഫാക്ടറി ഓൺ കോസ്റ്റ്. ഓൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓവർ ഹെഡ് എന്നുള്ള അർത്ഥമാണ് വരിക കേട്ടോ. ഫാക്ടറി ഓൺ കോസ്റ്റ് 1550. 1550. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലും അതുപോലെ തന്നെ എന്താണ് നോർമൽ വേസ്റ്റേജ് ഉണ്ടോ നോക്കുക. ദാറ്റ് ഈസ് 210 യൂണിറ്റ്സ് ആണ്. ബൈ വേസ്റ്റേജ് എന്ന് മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വേസ്റ്റേജ് എന്ന് എഴുതുന്നത്. നോർമൽ ലോസ് എന്ന് എഴുതിയോണ്ട് കുഴപ്പമൊന്നുമില്ല. നോർമൽ വേസ്റ്റേജ് എന്ന് എഴുതിയോണ്ട് കുഴപ്പമില്ല. 210 യൂണിറ്റാണ് നോർമൽ ലോസ് ആയിട്ടുള്ള വേസ്റ്റേജ് ഉള്ളത്. ഇനി നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് എഴുതണം. ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എഴുതണം. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എപ്പോഴും കൊണ്ട് താഴേക്ക് ഇറക്കിയാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ക്ലോസിംഗ് സ്റ്റോക്ക് അവസാനത്തായിട്ടാണല്ലോ വരിക. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 440 യൂണിറ്റാണ്. എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 5 രൂപയിൽ തന്നെ വാല്യൂ ചെയ്യണം. ദാറ്റ് ഈസ് 2200. 2200. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കായി, വേസ്റ്റേജ് എഴുതി. ഇനി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബാലൻസ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് അബ്നോർമൽ ലോസോ അബ്നോർമൽ ഗെയിനോ വല്ലതും ഉണ്ടോയെന്ന് അറിയണ്ടേ. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് 440 വേസ്റ്റേജ് 210 ആണ്. അപ്പോൾ അബ്നോർമൽ ലോസോ ഗെയിനോ ഒക്കെ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? ഔട്ട്പുട്ട് തരണം. ഇവിടെ ഔട്ട്പുട്ട് തന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അത്തരം എക്സസ് ആയിട്ടുള്ള ലോസ് ബിഗ് ഗെയിനോ ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. സാധാരണ ക്വസ്റ്റ്യനാണ്. $2880 22,000
2850. ഇനി ബാലൻസ് ചെയ്യുന്ന ബാലൻസിങ് ഫിഗർ നമ്മൾ അവിടെ എടുത്ത് എഴുതുക. 2200, 19800. ഇതാണ് പ്രോസസ് 3 അക്കൗണ്ട്. ബ്രാക്കറ്റിലെ ബാലൻസിങ് ഫിഗർ. ഇവിടെയും വേണമെങ്കിൽ എഴുതാം ബാലൻസിങ് ഫിഗർ. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനെടുത്തതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ഓപ്പണിംഗ് സ്റ്റോക്ക്, ഈ ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത് മാത്രമാണ് കേട്ടോ. കഴിഞ്ഞിട്ടില്ല. ഒരു പ്രോസസ്സ് കൂടി, പ്രോസസ്സ് 3 കൂടി നമുക്ക് വരയ്ക്കാനുണ്ട്. നമുക്ക് ഈ പ്രോസസ്സ് 1 ക്ലീൻ ചെയ്തിട്ട് അത് വരയ്ക്കാം. പ്രോസസ്സ് 3 അക്കൗണ്ടാണ്. പ്രോസസ്സ് 3ലും ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കണം. 2, ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉള്ളത് 500 യൂണിറ്റാണ്, 500 യൂണിറ്റ്സ്. ക്ലോസിംഗ് സ്റ്റോക്കാണ് 100 യൂണിറ്റ്, 500 യൂണിറ്റ്സ് ആണ്. അത് ഏത് വാല്യൂവിലാണ്? ഇവിടെ നമ്മൾ സി പെർ യൂണിറ്റ് കണ്ടില്ല, സോറി. സി പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 19,800 ഡിവൈഡ് ബൈ 440 അല്ലേ? 19,800 ഡിവൈഡ് ബൈ 19,800 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് 2200 ആണ്. 2200 ഈസ് ഈക്വൽ ടു ₹9. അപ്പോൾ 9 രൂപ വെച്ചപ്പോൾ 4500. ദെൻ അടുത്തത് പ്രോസസ് 2 അക്കൗണ്ട്. ട്രാൻസ്ഫർ എത്രയാണ്? 2200 യൂണിറ്റ്സ്, 19,800, 19,800, 2200. ഓക്കെ. ഇനി മെറ്റീരിയൽസ് ഉണ്ടോ നോക്കാം. മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ ഡയറക്റ്റ് വേജസ് മുതലുള്ള എക്സ്പെൻസുകൾ എടുത്ത് എഴുതുക. ഡയറക്റ്റ് വേജസ് 6,500, 6500. ഡയറക്റ്റ് വേജസ് കഴിഞ്ഞാൽ മെഷീൻ എക്സ്പെൻസസ് എമൗണ്ട് 1,200, 1200. അടുത്തത് ഫാക്ടറി ഓൺ കോസ്റ്റ്. ഫാക്ടറി ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത് 900. ഇത്രയാണല്ലോ. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നോർമൽ ലോസ് ആയിട്ടുള്ള വേസ്റ്റേജ് ഉണ്ടോ എന്ന് നോക്കുക. വേസ്റ്റേജ് 200 യൂണിറ്റ് ആണ്. ബൈ വേസ്റ്റേജ് സ്ക്രാപ്പ് ഉണ്ടാവില്ല വേസ്റ്റേജിന്, കാരണം ലോസിന് വെയിറ്റ് ആയതുകൊണ്ട്. കുട്ടികളും മനസ്സിലാക്കുക. അത് 200 യൂണിറ്റാണ് വേസ്റ്റേജ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 200 യൂണിറ്റിൽ മാത്രമേ വേണ്ടൂ. ഇനി നമുക്ക് ഇതിലെ ക്ലോസിംഗ് സ്റ്റോക്കാണ് ഉണ്ടായിരിക്കുക. ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് 100 യൂണിറ്റാണ്, വായിച്ച പോലെ ഓർമ്മയുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് 100 യൂണിറ്റ്. 100 യൂണിറ്റ് വാല്യൂ ചെയ്യുക. തൊട്ട് മുൻപത്തെ പ്രോസസ്സിലെ കോസ്റ്റ് പെർ യൂണിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ 2200, 500, 2700, 2700. മറ്റേത് 32,900. അതന്നെ ഇവിടേക്ക് എഴുതുക. 2700, 32,900.
ബാലൻസ് ചെയ്ത് കിട്ടുമ്പോൾ 2700 നിന്ന് 200 പോയാൽ 2500, 2400 നമുക്ക് കിട്ടുന്ന ഫിനിഷ്ഡ് സ്റ്റോക്ക് 2400, ഇവിടെ 32,000. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായിട്ട് എഴുതാം? ഇത് ലാസ്റ്റ് പ്രോസസ്സ് ആയതുകൊണ്ട് ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ. ഇനി CPU = 32,000 ഡിവൈഡ് ബൈ 2,400 എന്നുള്ളതാണ് CPU കാണേണ്ടത്. Rupees 13.33 per unit. Rupees 13.33 per unit. 13 രൂപ 33 പൈസയാണ് ഒരു യൂണിറ്റിന് വരുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നോർമൽ ലോസും മാത്രമുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്, കാരണം അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയമില്ല. താങ്ക് യു വെരി മച്ച്.